നമ്മൾ ഏത് സിനിമയ്ക്ക് അടി പോണേ? Sorry to interrupt. CC number 233/23. Yes, it's really shocking that Advocate David Abel is the lawyer for the defense. അപ്പോൾ കമ്മിങ് ടു ദിസ് മെയിൻ സെൻട്രൽ ക്യാരക്ടർ സുരേഷ് ഗോപി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. കണ്ടില്ലേ? കണ്ടു. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഇൻസിഡന്റ്, അതിന്റെ അന്വേഷണം, അത് കോടതിയിൽ എത്തുമ്പോൾ എങ്ങനെയെന്നൊക്കെ പോകുമ്പോ ഒരു ക്യാരക്ടർ മാത്രം ഉണ്ട് മുഴച്ചു നിൽക്കണം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഗുണ്ടകളല്ല, നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. ഈ ഗുണ്ടേനെ കൊണ്ട് ചിരിച്ച് അഭിനയിക്കാൻ അറിയാമല്ലേ? എനിക്കൊരു ഗ്ലാസ് ചൂടുള്ളൂ. നല്ലോണം തളപ്പിക്കാതായിക്കോട്ടെ. ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ വീക്ക് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇന്ന് അവരെ ടീമിൽ എടുത്തേ പറ്റൂ. അപ്പൊ ഇതിനെ ടീമിൽ കൊടുക്കണം, എന്നാ ഒളിപ്പിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വരൂല. ആ രീതിക്കായിരുന്നു. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. ഒരു സീൻ ഉണ്ട് ഇതിനകത്ത്, മാധവന്റെ ഡയലോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്, ഈ അശരീരി പോലെ. ഫ്രെയിമിൽ കാണുന്നതാണ്. നടനം ഇത്തിരി വശമാക്കിയിട്ടുണ്ടല്ലേ? ഇല്ല, അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. അയ്യോ ദാരിദ്ര്യം. അതുപോലെ തന്നെ പല സീനിലും ഇയാളെ കാലുകൾ മാത്രമാണ്. ചെങ്ങായിനെ കാണിക്കുന്നില്ല. എന്നെങ്കിലും ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും. ഫസ്റ്റ് ഹാഫില് എന്തോ എണ്ണി പറഞ്ഞൊരു എന്ത് ഡയലോഗ് ഉണ്ട്. അതിൽ കുറെ കടുവാ കളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ. അല്ല, ഇയാളെ നേരെ ക്യാമറ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഇങ്ങനെ നിൽക്കുന്ന ആൾ ഇയാളെ നേരെ ക്യാമറ വരുമ്പോ കണ്ണൊന്ന് വലുതാവും, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പുരുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ പടത്തിലെ അഭിനയത്തിന് സരോജിന് നാഷണൽ അവാർഡ് ഉറപ്പാ. അപ്പോ അടുത്തത് ഇത് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫില് ചെങ്ങായി നമുക്ക് തന്നു എന്ത്, അതിലെനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നിങ്ങൾക്ക് പഴയ പണിയാണ് നല്ലത് കേട്ടോ.